മഹാനായ ഗൗസുൽ അഅ്ലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളെ ഹദ്റത്തിലേക്ക് ഒരാൾ വന്ന് വേവലാതി പറയുന്നു, യാ ഗൗസുൽ അഅ്ലം തങ്ങളെ, ഞാൻ കച്ചവടം ചെയ്യുന്നത് കുറെ കൊല്ലങ്ങളായി ഞാൻ കച്ചവടം ചെയ്യുന്നത്, എന്റെ വീട്ടില് ബർക്കത്തില്ല, എന്റെ കച്ചവടത്തിൽ ബർക്കത്തില്ല. ദിവസങ്ങൾ പോകുമ്പോഴും മാസങ്ങൾ പോകുമ്പോഴും എനിക്ക് കടം കൂടുകയാണ്, എന്റെ കച്ചവടത്തിന് കടം കൂടുകയാണ്, ലാഭമില്ല, നഷ്ടമാണ് എനിക്ക് വരിക. മഹാനായ ഗൗസുൽ അഅ്ലം തങ്ങളോട് പറയുമ്പോ ഗൗസുൽ അഅ്ലം തങ്ങൾ പറയുന്നു, മോനെ, ഇതിനുള്ള ചികിത്സ, ഇതിനുള്ള മരുന്ന് നീ നിന്റെ വീട്ടിന്റെ മുറ്റത്തിലേക്ക് ഒരു പഴയ തുണിയുടെ കഷ്ണമോ അഥവാ ഒരു തുണിയോ ഒരു പഴയ വസ്ത്രമോ നീ കെട്ടുക. വീട്ടിൽ ബർക്കത്തില്ല, കച്ചവടത്തിൽ ബർക്കത്തില്ല, മക്കളിൽ ബർക്കത്തില്ല, ഇങ്ങനെ പറഞ്ഞ കടമായിട്ട് നഷ്ടത്തിലാണെന്ന് ഗൗസുൽ ആലമിനോട് പറയുമ്പോ ഗൗസുൽ ആലം പറഞ്ഞതെന്ത്, വീട്ടിന്റെ മുറ്റത്തില് നീ വീട്ടിന്റെ മുറ്റത്തിൽ ജാലിൽ എന്ത് ചെയ്യണോ, ഒരു പഴയ വസ്ത്രം ഉണ്ടെങ്കിൽ നീ കെട്ടണോ. അപ്പൊ ചോദ്യം കേൾക്കാൻ പോയാ അഥവാ മരുന്ന് കേൾക്കാൻ പോയാ ഓനിക്കൊരു സംശയം, ഞാൻ പോയത് എന്റെ കച്ചവടത്തിന് ബർക്കത്തിട്ടാണ്, എനിക്ക് വലിയ കടലായിട്ടുണ്ട്, ഒരു പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട്. ഗൗസുൽ ആലം പറയുന്നു, നിന്റെ വീട്ടിന്റെ മുറ്റത്തിൽ നീ ഒരു വസ്ത്രം കെട്ടണോ എന്നായിരിക്കും ഇതിന്റെ രഹസ്യം. പക്ഷേ ഗൗസുൽ ആലം തങ്ങളല്ല പറഞ്ഞത്, ഏതായാലും അതിന് എന്തെങ്കിലും ഒരു മരുന്നതിലുണ്ടാകൂ. അങ്ങനെ ഈ മനുഷ്യനെ വന്നു വീട്ടിലെ മുറ്റത്തിലെ ജാലിലേക്ക് ഒരു തുണി കൊണ്ടുവന്നൊരു വസ്ത്രം കൊണ്ടുവന്നു, അതിന്റെ എതിർഭാഗത്തിൽ അങ്ങ് കെട്ടിയേ. സുബ്ഹാനല്ലാഹ്, ദിവസങ്ങൾ പോകുമ്പോ മാസങ്ങൾ പോകുമ്പോ ആ മനുഷ്യന്റെ കടം കുറയുകയാണ്, കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടുകയാണ്, വീട്ടിൽ ബർക്കത്ത് കിട്ടുകയാണ്, മക്കളിൽ ബർക്കത്ത് കിട്ടുകയാണ്, കടങ്ങൾ തീർത്തു കിട്ടുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. ഗൗസുൽ ആലം തങ്ങളെ ഹളറത്തിലേക്ക് ആ മനുഷ്യനെ പോയി വേവലാതി പറഞ്ഞ മനുഷ്യനെ പോയി പറയുന്ന സന്തോഷ വാർത്ത, യാ ഗൗസുൽ ആലം തങ്ങളെ, നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് കടമായതിന്റെ പേരില, എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാത്തതിന്റെ പേരില നിങ്ങൾ പറഞ്ഞ് എന്റെ മുറ്റത്തില് വീട്ടിലെ മുറ്റത്തിലെ ജാലിള ഒരു വസ്ത്രം നീ കെട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ അങ്ങനെ കെട്ടി, എന്റെ കടങ്ങൾ തീർന്നു കിട്ടി. ഇതിന്റെ രഹസ്യം എന്താ? ഗൗസുൽ ആലം തങ്ങളോട് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഗൗസുൽ ആലം തങ്ങളെ പറഞ്ഞത്, മോനെ, നിന്റെ കച്ചവടത്തിൽ നിനക്ക് ബർക്കത്തില്ലാത്തത് എന്തറിയോ, നിന്റെ വീട്ടിൽ ബർക്കത്തില്ലാത്തത് എന്തറിയോ, നിന്റെ വീട്ടിലെ ജാലില് മുറ്റത്തില് എല്ലാ ദിവസവും ഒരാള് നടന്നു പോയിക്കൊണ്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ നിസ്കരിക്കാത്ത ആളാണ്, നിസ്കരിക്കാത്ത മനുഷ്യന്റെ നടന്നുകൊണ്ട് പോകുമ്പോൾ അയാളുടെ നിഴല് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തിൽ വീണിരിക്കുകയാണ്. എല്ലാ ദിവസവും അയാൾ നടക്കുമ്പോ അയാളുടെ ശരീരത്തിലുള്ള നിഴല് നിങ്ങളെ മുറ്റത്തില് നിങ്ങളെ ജാലില് വീണതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ ബർക്കത്തില്ല, നിങ്ങൾക്ക് കടം കൂടിപ്പോയിരിക്കുകയാ. സഹോദരന്മാരെ ആലോചിക്കടോ, ഒരു നിസ്കരിക്കാത്ത മനുഷ്യന്റെ അവസ്ഥ നോക്ക്. നിസ്കരിക്കാത്ത മനുഷ്യന് വീട്ടിൽ വരുന്നത് വിടട്ടെ, ഒരു സ്ഥലത്തിൽ ഇരിക്കുന്നത് വിടട്ടെ, നിസ്കരിക്കാത്ത മനുഷ്യന് അതാ അവന്റെ ശരീരത്തിലുള്ള നിഴലോളം ഒരു സ്ഥലത്തിൽ വീണാൽ അവിടെ പിന്നെ ബർക്കത്തില്ല.
എങ്ങനെ നിസ്കരിക്കാത്ത മനുഷ്യൻ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നേ വേണ്ട. നിസ്കരിക്കാത്ത മനുഷ്യന് അവന് ഒരു സ്ഥലത്ത് ഇരിക്കുന്നേ വേണ്ട. അവൻ നടന്നുകൊണ്ട് പോകുമ്പോ അവന്റെ നിഴൽ ഞങ്ങളെ വീട്ടിൽ വീണാൽ പിന്നെ ഞങ്ങളെ വീട്ടിൽ ബർക്കത്തില്ല. പക്ഷേ നാം ആലോചിക്കണോ, നിസ്കരിക്കാത്ത മനുഷ്യന്റെ നിഴല് ഒരു വീട്ടിൽ വീണാൽ ബർക്കത്തില്ലെങ്കിൽ പിന്നെ നിസ്കരിക്കാത്ത മനുഷ്യൻ വീട്ടിലുണ്ടെങ്കിൽ ബർക്കത്തുണ്ടാകുമോ? അങ്ങാടിയിലുണ്ടെങ്കിൽ ബർക്കത്തുണ്ടാകുമോ? പിന്നെ നീ എത്ര അസ്മായിനടുത്ത് പോയി എന്ത് ഗുണമാ ഉമ്മ?